ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവിന് ഉപയോഗിക്കുന്ന പുതിയൊരു മരുന്ന് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. സാധാരണയായിട്ട് നമുക്കറിയാം, നമ്മുടെ അടുത്ത് വരുന്ന ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ പ്രായം 40, 50, 60 ആവട്ടെ, പലർക്കും ഒരു 40 മുതൽ 60% വരെ ആളുകൾക്കും ഉദ്ധാരണക്കുറവ് ചെറിയ രീതിയിൽ ഉണ്ടാവാം. ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറക്ഷൻ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഉണ്ടായ ഇറക്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ സാധിക്കാതെ വരുന്നത് തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ വളരെയധികം ആളുകളിലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യം സാധാരണയായിട്ട് നമ്മൾ നോക്കുക എന്ന് പറയുന്നത്, അവർക്ക് ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, BP ഉണ്ടോ, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പേഷ്യൻസിനോട് പറയും. ആദ്യം തന്നെ അവർക്ക് പ്രോസ്റ്റേറ്റിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറയും. ഇത്രയൊക്കെ കൺട്രോൾ ചെയ്താലും പല പേഷ്യൻസിനും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പെർസിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഡയബറ്റിക് ആയ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിക് ആയ പേഷ്യൻസിന് പെർസിസ്റ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രക്കാർക്ക് നമ്മൾ ടാഡലാഫിലോ സിൽഡിനാഫിലോ ഒക്കെയാണ് കൊടുക്കാറ്. എന്താ പ്രയാസം എന്ന് പറഞ്ഞാൽ 60 കഴിഞ്ഞ ആളുകളുടെ ടാഡലാഫിലൊക്കെ കൊടുക്കുമ്പോഴും 80% ആളുകൾ വർക്ക് ചെയ്യില്ല. അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പെർസിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്യൂബാണ്, അവിടെ ലോക്കലി അപ്ലൈ ചെയ്യുന്ന ഒരു മരുന്നാണ് പെനഗ്ര എന്ന് പറയുന്നത്, പെനഗ്ര XL എന്ന് പറയുന്നത്. അത് 5 ഗ്രാമിൻ്റെ ഒരു ട്യൂബാണ്. ആ പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാവുക. നമ്മുടെ പിനൈൽ ടിപ്പിലാണ് അത് അപ്ലൈ ചെയ്യുക. പിനൈൽ ടിപ്പിൽ ഈ 5 ഗ്രാമിൻ്റെ ട്യൂബിൽ നിന്ന് എടുത്തിട്ട് സെക്സിന് ഒരു 5 മിനിറ്റ് മുന്നേ ആയിട്ട് 5 മുതൽ 10 മിനിറ്റ് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അതിലാകെ വാട്ടറും ഗ്ലിസറോളും എത്തനോളും മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ എവാപ്പറേറ്റ് ചെയ്ത് ഒരു തണുപ്പ് സെൻസേഷൻ അനുഭവപ്പെടുക, അതുവഴി ബ്ലഡ് ഫ്ലോ കൂടുക. അങ്ങനെയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറുന്നത്. 2024 FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നാണ്. ഇപ്പോൾ അത് ഇന്ത്യയിലും അവൈലബിൾ ആണ്. താങ്ക് യു. Stay healthy. Follow for more.